നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. രാജ്യാന്തര വിപണിയിൽ റബ്ബറിന് തളർച്ച, ചാഞ്ചാട്ടമില്ലാതെ നാളികേര ഉൽപ്പന്നങ്ങൾ. തമിഴ്നാട്ടിൽ കൊപ്ര, പച്ചത്തേങ്ങ വിലകളിൽ മാറ്റമില്ലെങ്കിലും മില്ലുകാർ വെളിച്ചെണ്ണയ്ക്ക് കൂടിയ വില ആവശ്യപ്പെട്ടു. എണ്ണയ്ക്ക് അവർ കിൻഡലിന് 175 രൂപയാണ് ഉയർത്തിയത്. കാങ്കയം വിപണിയിൽ കേരഫെഡിൻ്റെ സാന്നിധ്യം കുറഞ്ഞത് കൊപ്രയുടെ കൃത്രിമ വിലക്കയറ്റത്തിന് തടസ്സമായെന്ന് ഒരു വിഭാഗം ഇടപാടുകാർ വിലയിരുത്തുന്നു. കേരളത്തിൽ താഴ്ന്ന വിലയ്ക്ക് കൊപ്ര ലഭ്യമായ അവസരത്തിൽ സർക്കാർ ഏജൻസി തമിഴ്നാട്ടിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് ചരക്ക് വാങ്ങിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കൊച്ചിയിൽ തുടർച്ചയായ 3-ാം വാരത്തിലും നാളികേര ഉൽപ്പന്നങ്ങൾ സ്റ്റഡി നിലവാരത്തിലാണ്. രാജ്യാന്തര വിപണിയിൽ റബ്ബറിന് തളർച്ച. ഇന്ത്യൻ മാർക്കറ്റ് കരുത്ത് നിലനിർത്തി. കനത്ത മഴ മൂലം പല ഭാഗങ്ങളിലും പുലർച്ചെ ടാപ്പിങ്ങിന് തടസ്സപ്പെട്ടു. വരവ് ചുരുങ്ങിയതിനാൽ 4-ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 267 രൂപയായി ഉയർന്നു. അതേസമയം ബാങ്കോക്കിൽ നിരക്ക് ഇന്ന് കിലോ 260 രൂപയിലേക്ക് ഇടിഞ്ഞു. ഇതിനിടയിൽ വിനിമയ വിപണിയിൽ ജപ്പാനീസ് നാണയത്തിൻ്റെ മൂല്യത്തകർച്ച രൂക്ഷമായി. 5 വർഷത്തിനിടയിലെ ഏറ്റവും ദുർബലാവസ്ഥയായ 162ലേക്ക് ഡോളറിന് മുന്നിൽ യെൻ തളർന്നത് വിദേശ നിക്ഷേപകരെ റബ്ബർ അവധി വ്യാപാരത്തിലേക്ക് ആകർഷിച്ചു. ശാന്തൻപാറയിൽ നടന്ന ഈ മാസത്തെ അവസാന ഏലക്ക ലേലത്തിൽ ചരക്ക് വരവ് 10,000 കിലോഗ്രാമിൽ ഒതുങ്ങി. ഉൽപാദന മേഖലയ്ക്ക് അനുകൂലമായ കാലാവസ്ഥ ലഭ്യമായതിനാൽ ലേലത്തിൽ ലഭ്യത വർദ്ധിക്കുമെന്ന് വാങ്ങലുകാർ കണക്ക് കൂട്ടിയതെങ്കിലും 10,036 കിലോ ഏലക്ക മാത്രമാണ് വിൽപ്പനയ്ക്കിറങ്ങിയത്. ഇതിൽ 9,702 കിലോയും വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ കിലോ 3,113 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,726 രൂപയിലും കൈമാറി. കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ലേലത്തിൽ സജീവമായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു.